മേയർ KSRTC ഡ്രൈവർ തർക്കവുമായി ബന്ധപ്പെട്ട് ബസ് കണ്ടക്ടറെയും സ്റ്റേഷൻ മാസ്റ്ററെയും കസ്റ്റഡിയിലെടുത്ത് ചോദ്യം ചെയ്യുന്നു. കണ്ടക്ടർ സുബിനെയും KSRTC തമ്പാനൂർ സ്റ്റേഷൻ മാസ്റ്റർ ലാൽ സജീവനെയുമാണ് പോലീസ് ചോദ്യം ചെയ്യുന്നത്. ബസ്സിലെ മെമ്മറി കാർഡ് കാണാതായതിലാണ് ചോദ്യം ചെയ്യൽ. അനന്തകൃഷ്ണനാണ് വിവരങ്ങൾ നൽകുന്നത്. അനന്തൻ, നേരത്തെ ഈ സുബിന്റെ മൊഴി എടുത്തിരുന്നല്ലോ, അപ്പോൾ കസ്റ്റഡിയിലെടുത്ത് ചോദ്യം ചെയ്യുന്നു എന്നതിന്റെ അർത്ഥം എന്താണ്? ഈ കാര്യത്തിൽ അന്വേഷണ സംഘത്തിന് ചില നിർണായക വിവരങ്ങൾ കിട്ടിക്കഴിഞ്ഞു എന്നാണോ? അഭിലാഷ്, മേയർ KSRTC ഡ്രൈവർ തർക്കത്തിൽ ഏറ്റവും നിർണായകമായ തെളിവാണ് CCTV ദൃശ്യങ്ങൾ. ബസ്സിനുള്ളിലെ CCTV ദൃശ്യങ്ങൾ അടങ്ങിയ ആ മെമ്മറി കാർഡ്. ആ മെമ്മറി കാർഡ് മോഷ്ടിച്ചതാണ് എന്നുള്ളൊരു വിലയിരുത്തലിലേക്കാണ് പോലീസ് ഈ ഘട്ടത്തിൽ എത്തിയിരിക്കുന്നതെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. അതുമായി ബന്ധപ്പെട്ട ഏറ്റവും നിർണായകമായ ഒരു ചോദ്യം ചെയ്യലിലേക്ക് തിരുവനന്തപുരം സിറ്റി പോലീസ് കടന്നിരിക്കുന്നു. തമ്പാനൂർ പോലീസാണ് ഈ കേസ് അന്വേഷിക്കുന്നത്. ഇന്ന് രാവിലെ ഈ KSRTC ബസ്സിലെ ഡ്രൈവർ സുബിനെയും തമ്പാനൂർ ബസ് സ്റ്റാൻഡിൻ്റെ സ്റ്റേഷൻ മാസ്റ്റർ ലാൽ സജീവനെയും പോലീസ് കസ്റ്റഡിയിലെടുത്തപ്പോൾ കമ്മീഷൻ ഓഫീസിൽ രണ്ടുപേരെയും ചോദ്യം ചെയ്യുകയാണ്. ഈ രണ്ടുപേരെയും ചോദ്യം ചെയ്യുന്ന ഈ ഘട്ടം അത് നിർണായകം തന്നെയാണ്. കാരണം ഈ മെമ്മറി കാർഡ് ആരെടുത്തു എന്നത് സംബന്ധിച്ച് ചില സൂചനകൾ പോലീസിന് ലഭിച്ചിട്ടുണ്ടെന്നാണ് നമുക്ക് മനസ്സിലാകുന്നത്. അതുകൊണ്ട് തന്നെ ഇപ്പോഴത്തെ ഈ ചോദ്യം ചെയ്യൽ ഏറ്റവും നിർണായകം എന്ന് തന്നെ പറയാം. അല്പസമയത്തിനകം തന്നെ അതുമായി ബന്ധപ്പെട്ട കൂടുതൽ വിവരങ്ങൾ ലഭ്യമാവുകയും ചെയ്യും. നേരത്തെ ഈ കേസുമായി ബന്ധപ്പെട്ട് വിവാദത്തിലായ ഡ്രൈവർ യദു ഈ കണ്ടക്ടർ സുബിനുമായി ബന്ധപ്പെട്ട് ചില ആരോപണങ്ങൾ ഉന്നയിച്ചിരുന്നു. സുബിൻ DYFI പ്രവർത്തകനാണ്. സുബിന് അറിയാതെ ഈ മെമ്മറി കാർഡ് നഷ്ടമാകില്ല എന്ന രീതിയിലൊക്കെ യദു പ്രതികരിച്ചിരുന്നു. മാത്രമല്ല സുബിൻ റഹീം MPയെ ഫോണിൽ വിളിച്ചിരുന്നു എന്നുള്ളൊരു ആരോപണവും വന്നിരുന്നു. അതിന് പിന്നാലെ ഈ ഫോൺ വിളി സംബന്ധിച്ച് റഹീം സ്ഥിരീകരിക്കുകയും ചെയ്തിരുന്നു. അപ്പോൾ ഇങ്ങനെ ഒരു ഘട്ടത്തിൽ സുബിനെ അടക്കം പോലീസ് കസ്റ്റഡിയിലെടുത്ത് ചോദ്യം ചെയ്യുമ്പോൾ അത് പ്രധാനപ്പെട്ട ഒരു വഴിത്തിരിവിലേക്കാണോ ഈ മെമ്മറി കാർഡ് വിഷയം, അല്ലെങ്കിൽ മെമ്മറി കാർഡ് കാണാതായത് സംബന്ധിച്ചുള്ള അന്വേഷണം എന്ന് നമുക്ക് സംശയിക്കേണ്ടിയിരിക്കുന്നു. ഏതായാലും അല്പസമയത്തിനകം തന്നെ ഈ സംഭവവുമായി ബന്ധപ്പെട്ട്, അല്ലെങ്കിൽ മെമ്മറി കാർഡ് കാണാതായതുമായി ബന്ധപ്പെട്ട് ചില സുപ്രധാനമായ വിവരങ്ങൾ പുറത്തു വരുമെന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. അഭിലാഷ്.